السلام عليكم ورحمة الله وبركاته. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فإذا نفخ في الصور نفخة واحدة وحملت الأرض والجبال فدكتا دكة واحدة فيومئذ وقعت الواقعة وانشقت السماء فهي يومئذ واهية والملك على أرجائها ويحمل عرش ربك فوقهم يومئذ ثمانية يومئذ تعرضون لا تخفى منكم خافية صدق الله العظيم. പ്രിയപ്പെട്ട ഉസ്താദുമാർ, മുത്താലിം സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് സൂറത്തുൽ ഹാഖ. ഈ സൂറത്ത് അൽ ഹാഖ ഇത് മക്കിയാണ്. മക്കിയായ സൂറത്താണ് സൂറത്തുൽ ഹാഖ. മാത്രമല്ല ഇതില് 52 ആയത്തുകളാണ് ഉൾക്കൊള്ളുന്നത്. 256 കലിമത്തുകളിലും 1034 ഹർഫുകളുമാണ് ഈ സൂറത്തുൽ ഹാഖയിൽ ഉള്ളത്. ഏതിരുന്നാലും ഈ സൂറത്തുൽ ഹാഖ ഇതിൽ പ്രധാനമായും പറയുന്നത് ഖിയാമത്തിന്റെ സംഭവ വികാസങ്ങളെ കുറിച്ചാണ്, ഖിയാമത്ത് നാളിനെ കുറിച്ചാണ്. ഇതിനു മുമ്പുള്ള സൂറത്ത് ഖലം അഥവാ നൂൻ എന്ന് തുടങ്ങുന്ന സൂറത്ത്, അതില് മുജ്മലായിക്കൊണ്ട് ഖിയാമത്ത് നാളിനെ പറയുകയുണ്ടായി. ശേഷമുള്ള ഈ സൂറത്തുൽ ഹാഖയിൽ വളരെ വിശദമായിട്ട് തന്നെ ഖിയാമത്തിന്റെ സംഭവങ്ങളെ പറയുന്നുണ്ട്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എതിർക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുകയും ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ ഓതുകയുമാണ്. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിൽ എന്ത് ചെയ്തു, വിചാരിച്ചു, ഈ ഖുർആൻ എന്താണ്, ഇത് കവിതയാണോ എന്ന് ചിന്തിച്ച സമയത്ത് അവിടെ അപ്പോൾ ആയത്തിറങ്ങി, വമാ ഹുവ ബിഖൗലി ശാഇരിൻ ഖലീലൻ മാ തുഅ്മിനൂൻ. അപ്പോൾ ശേഷം ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിൽ പിന്നീട് പറഞ്ഞു, എന്ത്, ഇത് കവിതയല്ല, ഇത് ചിലപ്പോ എന്തായിരിക്കും, ഇത് ജോൾസ്യന്റെ എന്തെങ്കിലും സിഹറായിരിക്കും, ഒരു പണിയായിരിക്കുമെന്ന് മനസ്സിൽ ചിന്തിക്കുകയാണ്. ആ സമയത്ത് വലാ ബിഖൗലി ഖാഹിൻ ഖലീലൻ മാ തദക്കറൂൻ എന്ന് ആയത്തിറങ്ങുകയാണ്. ഇതാണ് ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരാൻ ആദ്യമായി മഹാനവരുകളുടെ ഹൃദയത്തിൽ ഒരു സ്പാർക്ക് സംഭവിക്കുന്നത് ഈ ആയത്ത് കേൾക്കലോട് കൂടിയാണ്. ഏതിരുന്നാലും ഇതിന്റെ തുടക്കത്തിൽ പറയുന്നത് ഖിയാമത്ത് നാളിന്റെ, പലരും ഖിയാമത്ത് നാളിനെ എന്ത് ചെയ്തു, നിഷേധിക്കുകയുണ്ടായി. ആദ് സമൂഹവും അതേപോലെ സമൂദ് ഗോത്രമെല്ലാം ഇവര് ഖിയാമത്ത് നാളിനെ ഇത് കളവാണ്, പുനരുദ്ധാനമില്ല, അതേപോലെ സവാബ് നൽകപ്പെടുക, ഇങ്ങനെ തുടങ്ങി പല കളവുകളും ഇവർ പറയാൻ തുടങ്ങി. അങ്ങനെ എന്ത് ചെയ്തു, ഈ സമൂഹത്തിനെ നശിപ്പിക്കുന്ന കാര്യമാണ് തുടക്കത്തിൽ, സൂറത്തിന്റെ തുടക്കത്തിൽ പറയുന്നത്. പിന്നെയോ ഫഇദാ നുഫിഖ ഫിസ്സൂരി നഫ്ഖതൻ വാഹിദ, ഒന്നാമതായി സൂറിൽ ഊതപ്പെടുന്ന സമയത്ത്
ഈ പ്രപഞ്ചമുണ്ടല്ലോ, നമ്മളെല്ലാം ഒരുപാട് വഴുത് കേട്ടവരാണ്. ആ സമയത്തെല്ലാം നമ്മൾ ഒരുപാട് ആകാശവും ഭൂമിയെല്ലാം തകർന്നടിയും, പ്രപഞ്ചമാകെ എല്ലാം തകർന്നടിയുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. മലകളെല്ലാം ധൂളികളെ പോലെ പറന്നു നടക്കുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതേപോലെ അങ്ങനെ ഇത് സൂറിൽ ഒന്നാമതായി ഊതപ്പെട്ട് കഴിഞ്ഞാൽ വഹുമിലത്തിൽ അർളു വൽ ജിബാലു ഫദുക്കതാ ദക്കതൻ വാഹിദ, ഭൂമിയും പർവ്വതങ്ങളും എല്ലാം ഉണ്ടല്ലോ അത് ഇടിച്ച് തകർക്കപ്പെടുന്നതാണ്. ഭൂമിയും പർവ്വതങ്ങളെല്ലാം ഇടിച്ച് തകർക്കപ്പെടുന്നതാണ്. ഫയൗമൈദിൻ വഖഅത്തിൽ വാഖിഅ, ആ സമയത്തുണ്ടല്ലോ അപ്പോൾ ഖിയാമത്ത് നാൾ സംഭവിക്കും. ഖിയാമത്ത് നാൾ സംഭവിക്കുന്നതാണ്. വൻശഖത്തിസ് സമാഉ ഫഹിയ യൗമഇദിൻ വാഹിയ, ആകാശം പൊടി വിളരുകയും ചെയ്യും. മാത്രമല്ല അത് വളരെയധികം ദുർബലമായിരിക്കും. വൽമലക്കു അലാ അർജാഇഹാ വയഹ്മിലു അർശ റബ്ബിക ഫൗഖഹും യൗമഇദിൻ സമാനിയ, മലക്കുകൾ അതിന്റെ നാനാഭാഗങ്ങളിൽ ഉണ്ടായിരിക്കുന്നതാണ്. അർശിന്റെ താഴെ 8 വിഭാഗങ്ങളിലായിട്ട് അവർ വഹിക്കുന്നതാണ്. യൗമഇദിൻ തുഅറദൂന ലാ തഖ്ഫാ മിൻകും ഖാഫിയാ, അന്നേ ദിവസം നിങ്ങൾ പ്രദർശിക്കപ്പെടുന്നതാണ്. നിങ്ങളുടെ മുമ്പിൽ ഒരു മറഞ്ഞ കാര്യം ഉണ്ടായിരിക്കുന്നതല്ല. നിങ്ങൾ ചെയ്ത കാര്യങ്ങളെല്ലാം വെളിവാക്കപ്പെടുന്നതാണ്. ഇങ്ങനെ തുടങ്ങിയതിൽ ഖിയാമത്ത് നാളിന്റെ എല്ലാ സംഭവ വികാസങ്ങളെയും വിശദീകരിക്കുന്നുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.